നിളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം കഴിഞ്ഞ പ്രീവിയസ് കമ്പനി ബോർഡ് LGS-നൊക്കെ ചോദിച്ചതും VFAയും വെബ്കോയൊക്കെ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സുമായിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങളോട് എനിക്കെടുത്ത് പറയാം, മടിയൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും. പിന്നെയും തുടക്കമൊക്കെ വാശിയോടുകൂടി തുടങ്ങി. പിന്നെ പരീക്ഷ ആയില്ലല്ലോ സാറേ, പരീക്ഷ ഇനി സമയമായില്ലേ, ജൂണും ജൂലൈയിലൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവരോട് എനിക്ക് എടുത്തു പറയാനുള്ളത്, അവസരങ്ങൾ നഷ്ടപ്പെടരുത്. സമയങ്ങൾ വരും പോകും. സമയം വന്നിട്ട് അല്ലെങ്കിൽ ടൈം ആയിട്ട് പഠിക്കുകയല്ല, നേരത്തെ ഒതുക്കുക, റിവിഷൻ ഓർക്കുക. അതുപോലെ പോർഷൻസ് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. പോർഷൻസ് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പവും വരുന്നില്ല. പക്ഷെ പോർഷൻ പഠിച്ചു എന്നതിലല്ല കാര്യം, നിങ്ങൾ അത് റിവിഷൻ നടത്തി എന്നതിലാണ്. കറണ്ട് അഫേഴ്സ് റിവിഷൻ നടത്തി, സിലബസ് അനുസരിച്ച് വീണ്ടും പഠിച്ചത് ഇടവിട്ട് റിവിഷൻ നടത്തിയാലേ എത്രയായാലും അത് പെർഫെക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളോട് പറയാം, പല ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതാണ്. ഇനി എന്നാ, എപ്പോഴും ഇതൊക്കെ വന്നു കാണും. ആയിക്കോട്ടെ, എന്ത് ചോദ്യം വന്നാലും ഇതെല്ലാം തരണം ചെയ്തവര് തന്നെയല്ലേ ജോലി കയറിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് വിഷമങ്ങൾ വന്നു കഴിഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. വിഷമിക്കാതെ വീണ്ടും മുന്നോട്ട് പോകുന്നവനെ ജീവിത വിജയം നേടിയിട്ടുള്ളൂ. അപ്പൊ ജീവിത വിജയം കിട്ടുകയാണെങ്കിൽ അന്ന് നിങ്ങൾ ഓർക്കും, ഞാൻ അവിടെ വിഷമിച്ചിരുന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ആയിപ്പോയേനെ. കൃത്യമായിട്ട് ഒരു നിശ്ചിത വരുമാനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടേതായ ഒരു സ്ഥാനം കിട്ടത്തുള്ളൂ. അതൊരു ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചെങ്കിൽ കിട്ടത്തില്ലേ? കിട്ടിയിരിക്കും. നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലേ. ഇപ്പോഴത്തെ ജോലി പേപ്പറുകളൊക്കെ കണ്ടോ? പ്രസന്റ് ഓഫീസർ പരീക്ഷ ആയാലും, അസിസ്റ്റന്റ് ലേഡീസിന്റെ പ്രസന്റ് ഓഫീസറിന്റെ ആയാലും, വുമൺ ഫയർഫോഴ്സ് ആയാലും, പരീക്ഷകളെല്ലാം സാധാ പോലെ മെനക്കെട്ടാൽ പഠിച്ചാൽ കിട്ടും എന്നുള്ളതാണ്. 70 മേളിലും 80 മേളിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ഇപ്പൊ അവര് ക്വസ്റ്റ്യൻ ഇടുന്നത്. നിങ്ങൾ കറണ്ട് അഫേഴ്സ് നല്ലോണം ശ്രദ്ധിക്കുക. ആരോഗ്യക്ഷേമ പദ്ധതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അറിവ്, മത്സ്യബന്ധനം, കേരളത്തിലെ ബീച്ചുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഇച്ചിരി ഒന്ന് പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിച്ച ജോലി എത്തിച്ചേരും. ഓക്കെ, അപ്പം മനസ്സ് മടിക്കണ്ട, ഇറങ്ങി പോവുക, മുന്നോട്ട് പോവുക. എന്ത് വന്നാലും മുന്നോട്ട് പോകുക. കൂട്ടുകാർ വരട്ടെ, അല്ലെങ്കിൽ വീട്ടുകാർ വരട്ടെ, അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആയിക്കോട്ടെ, അതിനിടയിലൂടെ നിങ്ങൾ പഠിച്ച് മുന്നേറുന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അത് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം ഒന്നോ രണ്ടോ പേരുടെ വർഷങ്ങളുടെ അനുഭവം കൊണ്ടാണ്. ഒന്നോ രണ്ടോ പേരല്ല എൻ്റെ അടുത്ത് ഇപ്പോഴും വീണ്ടും ഇറങ്ങി തിരിച്ചവരുണ്ട്. 2017 നിർത്തിയവര്, 20 നിർത്തിയവര്, കൊറോണ നിർത്തിയിട്ട് വീണ്ടും ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നു. സാറേ എനിക്ക് പഠിച്ചേ പറ്റൂ സാറേ, അന്നത്തെ ഒത്തിരി അറിവുണ്ടെങ്കിലും ഇപ്പം അങ്ങോട്ട് പെർഫെക്റ്റ് ആവുന്നില്ല സാറേ, ഇപ്പൊ ഇറങ്ങിയപ്പം പുതിയ കുട്ടികളോടൊപ്പം മത്സരിക്കാൻ അങ്ങോട്ട് എത്തുന്നില്ല സാറേ എന്നൊക്കെ പറയുന്ന ഓരോരുത്തരോടുണ്ട്. ഇവരൊക്കെ ഒരു സമയത്ത് നല്ല പഠിച്ചിട്ട് ഒന്നോ രണ്ടോ ലിസ്റ്റ് വന്നില്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയവരാ. വീണ്ടും ഇറങ്ങിയിരിക്കുന്ന എന്താ? അവർക്കും അറിയാം, ഒരു പ്രതീക്ഷ അവരുടെ മുമ്പിലേക്ക് വന്നു, ഒരു ജോലിയുടെ ആവശ്യകത അവരുടെ മുമ്പിലേക്ക് വന്നു. അതുകൊണ്ട് അവരിറങ്ങി. അതുകൊണ്ട് കളഞ്ഞിട്ട് പോകരുത്. ഓക്കെ, ഇനി സമയം കളയുന്നില്ല. ഇന്ന് നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പഴയതൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ, ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ, പഴയതൊക്കെ ഉത്തരങ്ങൾ കിട്ടുന്നോന്ന് നോക്കട്ടെ. ഓർമ്മ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരങ്ങൾ പറയുക. ഓക്കെ, ഈ ആരുടെ കൃതിയാണ്? കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഗോറ, ഇതൊക്കെ ആരുടെ കൃതിയാ? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഗോറ, ഇതൊക്കെ അല്ലെ. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് 1913 ഗീതാഞ്ജലിക്കാണ്. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്നാണ് 1913 ഗീതാഞ്ജലിക്ക്. ഈ രവീന്ദ്രനാഥ ടാഗോർ പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച സ്ഥാപനമല്ലേ ശാന്തി നികേതൻ. 1901 വന്ന ശാന്തി നികേതനാണ് 1921 അത് വിശ്വഭാരതി സർവകലാശാലയായി മാറിയത്. അപ്പൊ ശാന്തി നികേതൻ സ്ഥാപിച്ചതാര്, വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേരാ പറയണ്ടേ? രവീന്ദ്രനാഥ ടാഗോർ. 1901 വന്ന ശാന്തി നികേതനാണ് 1921 എന്തായിട്ട് മാറിയത്? വിശ്വഭാരതി സർവകലാശാല. പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമല്ലേ കൊൽക്കത്ത ആണ്. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത. ഇന്ത്യയുടെ ശാസ്ത്ര നഗരമെന്നും ഇന്ത്യയുടെ കൊട്ടാരങ്ങളുടെ നഗരമെന്നും ഇന്ത്യയുടെ സന്തോഷ നഗരമെന്നും വിളിക്കുന്നത് കൊൽക്കത്തയെ. ശാസ്ത്ര നഗരം, സന്തോഷ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം എന്നൊക്കെ വിളിക്കുന്നത് ഏതാണ്? കൊൽക്കത്തയാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ ഏക നദീജന്യ തുറമുഖം ഏതെന്ന് ചോദിച്ചാലും കൊൽക്കത്ത തുറമുഖമാണ്. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ ഏക നദീജന്യ തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖം. ഏത് നദിയില? ഹൂഗ്ലി നദി.
നദിയിൽ അല്ലെ. കൊൽക്കത്ത തുറമുഖം ഏത് നദിയുടെ തീരത്താണ്? ഹൂഗ്ലി നദിയുടെ തീരത്ത. ഹൂഗ്ലി ഏത് നദിയുടെ പോഷക നദി? നമ്മുടെ ഗംഗയുടെ പോഷക നദിയാ. ഗംഗയുടെ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതാണ്? ഹൂഗ്ലി നദിയാണ്. നമ്മൾ ഹൂഗ്ലി വേറൊരിടത്ത് പഠിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമോ ഹൂഗ്ലി? അതായത് ദേശീയ ജലപാത 1. ദേശീയ ജലപാത 1 ഉണ്ടല്ലോ, അതായത് ഏറ്റവും വലിയ ദേശീയ ജലപാതയും ഏറ്റവും ആദ്യത്തെ ദേശീയ ജലപാത എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ദേശീയ ജലപാത 1 അല്ലേ. ഇത് 3 നദികളിലായിട്ടാ. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി അല്ലെ. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലാണ് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊരു ഹൂബള്ളി ഇല്ലേ? ഹൂഗ്ലി വേറെ, ഹൂബ്ലി വേറെ. എന്താ ഹൂബ്ലി അഥവാ ഹൂബള്ളി? അതായത് ഇന്ത്യയിലെ ഏക പതാക നിർമ്മാണശാല, ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതെന്ന് ചോദിച്ചാൽ കർണാടകയിലെ ഹൂബ്ലിയാണ്. അപ്പം ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ്? കർണാടകയിലെ ഹൂബള്ളി അഥവാ ഹൂബ്ലിയാണ്. പതാക ദിനം എന്നാണെന്നറിയാമോ? പതാക ദിനം ഡിസംബർ 7. പതാക ദിനം എന്നാണ്? ഡിസംബർ 7. പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. പതാക ദിനം എന്നാണ്? ഡിസംബർ 7. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശ ദിനവും നോബൽ പ്രൈസ് ദിനവും എന്നു ചോദിച്ചാൽ ഡിസംബർ 10 പറയണ്ടേ. അപ്പൊ മനുഷ്യാവകാശ ദിനവും നോബൽ പ്രൈസ് ദിനവും എന്നാണ്? ഡിസംബർ 10 നമ്മൾ പറയേണ്ടത് കേട്ടോ. മനുഷ്യാവകാശ ദിനം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഐക്യരാഷ്ട്ര സംഘടന 1948 ഡിസംബർ 10 UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. 1948 ഡിസംബർ 10 UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ടാണ് ഡിസംബർ 10 നമ്മൾ എന്തായിട്ട് പറയുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ഡിസംബർ 11 പർവ്വത ദിനമാണ്. ഡിസംബർ 11 ഏത് ദിനമാണ്? പർവ്വത ദിനമാണ് ഡിസംബർ 11. ഓറോളജി, പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓറോളജി. അപ്പൊ ഡിസംബർ 11 പർവ്വത ദിനം. മണ്ണ് ദിനമാണ് ഡിസംബർ 5. ഡിസംബർ 5 ഏതാണ്? മണ്ണു ദിനം ഏതെന്ന് ചോദിച്ചാൽ ഡിസംബർ 5. മണ്ണു വർഷം 2015 മണ്ണു ദിനം എന്നു ചോദിച്ചാൽ ഡിസംബർ 5 നമ്മൾ പറയേണ്ടത്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് എക്കൽ മണ്ണല്ലേ. നെല്ല് കൃഷിക്കും ഗോതമ്പ് കൃഷിക്കും അനുയോജ്യമായ മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ മരുഭൂമി മണ്ണാണോ? അല്ല, പർവ്വത മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ പർവ്വത മണ്ണാണ്. ജൈവാംശം കുറവാണ് മരുഭൂമി മണ്ണിന് നമ്മൾ പറയുന്നത്. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് ഏതാണ്? കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് അല്ലെ. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാ? അത് കരേവ മണ്ണാണ്. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവ മണ്ണാണ് കുങ്കുമ കൃഷിക്ക്. കരിമ്പ് കൃഷിക്കും പരുത്തി കൃഷിക്കും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. കരിമ്പ് കൃഷിക്കും പരുത്തി കൃഷിക്കും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. അതുപോലെ നമ്മുടെ മരച്ചീനി, അതുപോലെ റബ്ബർ, മരച്ചീനി, റബ്ബർ, തേങ്ങ, ഇതൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാട്രൈറ്റ് മണ്ണ്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഏതാ? ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണാണ്. മണ്ണു ദിനം എന്നാണ്? ഡിസംബർ 5 മണ്ണു ദിനം എന്നു ചോദിച്ചു. മണ്ണ് വർഷം എന്നാണ്? 2015 മണ്ണ് വർഷം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 4 നമുക്കറിയാം നാവികസേനാ ദിനം. നാവികസേനാ ദിനമാണ് ഡിസംബർ 4. നമുക്ക് 3 ദിനങ്ങൾ ആർമി, നേവി, എയർഫോഴ്സ്. നമുക്ക് നോക്കാം. ആർമി ദിനം ജനുവരി 15. കരസേനാ ദിനം എന്നു ചോദിച്ചിട്ടുണ്ട്. ജനുവരി 15. എയർഫോഴ്സ് ദിനം, വ്യോമസേനാ ദിനം ഒക്ടോബർ 8. വ്യോമസേനാ ദിനം എന്നാണ്? ഒക്ടോബർ 8. നാവികസേനാ ദിനം ഡിസംബർ 4. അപ്പം ജനുവരി 15 കരസേനാ ദിനം, ഒക്ടോബർ 8 നാവികസേനാ ദിനം, ഡിസംബർ 4 ഒക്ടോബർ 8 വ്യോമസേനാ ദിനം, ഡിസംബർ 4 നാവികസേനാ ദിനമായിട്ട് നമ്മൾ. അപ്പൊ ഡിസംബർ 4 പഠിച്ച്. ഡിസംബർ 1 എയ്ഡ്സ് ദിനം ആണ്. എയ്ഡ്സ് ദിനം ഡിസംബർ 1. എയ്ഡ്സ് ദിനം ഡിസംബർ 1. എയ്ഡ്സ് സ്ഥിരീകരണ ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് സ്ഥിരീകരണം, എയ്ഡ്സിന് ആദ്യം നോക്കുന്ന ടെസ്റ്റ് എലിസ ടെസ്റ്റും, എയ്ഡ്സ്
എയ്ഡ്സ് സ്ഥിരീകരണ ടെസ്റ്റ് ചോദിച്ചാൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ് നമ്മൾ പറയേണ്ടത്. ലോകത്ത് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ 1981. ലോകത്ത് ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1986 ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1986 ചെന്നൈയിലും കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 87 തിരുവല്ലയിലുമാണ്. അപ്പൊ 86 ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. 87 തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് കേരളത്തിൽ ആദ്യത്തെ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല. എന്താ തിരുവല്ലയുടെ ചോദ്യം? പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവല്ലയാണ് അല്ലെ. പത്തനംതിട്ട ജില്ലയിലൂടെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പാ നദിയിലാണ്. പത്തനംതിട്ട ജില്ലയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം, അത് സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം. അപ്പൊ ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ടയിലാണ് താറാവ് വളർത്തൽ കേന്ദ്രമായ നിരണം ഉള്ളത്. താറാവ് വളർത്തൽ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ നിരണം പത്തനംതിട്ട ജില്ലയിലാണ് താറാവ് വളർത്തൽ. അപ്പം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് എന്തെന്ന് പറയുന്നത്. അത് ഏക റെയിൽവേ സ്റ്റേഷൻ. എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ആദ്യമായിട്ട് എവിടെയാണ്? കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ. പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണല്ലോ കേരളത്തിലെ ഏറ്റവും വലുത്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പമ്പാ നദി. കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയല്ലേ പമ്പ? ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയാണ് പമ്പ. അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത് ഏതാണ്? പമ്പാ നദിയാണ് അല്ലെ. പമ്പാ നദി 176 കിലോമീറ്റർ അല്ലേ പമ്പ. പമ്പയുടെ മറ്റു പേരുകളല്ലേ ബാരിസ്, ദക്ഷിണ ഭഗീരഥി. ബാരിസ് എന്നും ദക്ഷിണ ഭഗീരഥി എന്നും തിരുവിതാംകൂറിന്റെ ജീവൻ നാടി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനെയാണ്? പമ്പയാണ്. ബാരിസ്, ദക്ഷിണ ഭഗീരഥി, തിരുവിതാംകൂറിന്റെ ജീവൻ നാടി എന്നൊക്കെ അറിയപ്പെടുന്നത് പമ്പ. പമ്പയുടെ നീളം എത്രയാണ്? 176 ആണ്. പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. പമ്പ പതിക്കുന്നത് വേമ്പനാട്ട് കായൽ. നമുക്കൊരു പുരളി മലയുണ്ട്. ഏതാണെന്നറിയാമോ? പഴശ്ശിരാജയുടെ കേന്ദ്രം എവിടെയെന്ന് വെച്ചിട്ടുണ്ട്. പഴശ്ശിരാജയുടെ കേന്ദ്രം കണ്ണൂര് പുരളി മലയാണ് പഴശ്ശിരാജയുടെ കേന്ദ്രം. മൊത്തപ്പേരെന്താ? പഴശ്ശിരാജയുടെ മൊത്തപ്പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് മൊത്തപ്പേര്. പുരളീശമൻ, കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ. പുരളീശമൻ, കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ പഴശ്ശിരാജയാണ്. ഒന്നാം പഴശ്ശി കാലഘട്ടം, രണ്ടാം പഴശ്ശി കാലഘട്ടവും ചോദിച്ചിട്ടുണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1793-97. രണ്ടാം പഴശ്ശി കാലഘട്ടം 1800-805. ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97. രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805 ആണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ഏതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായവും. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കലുമാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ഏതെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവല്ലേ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരമാണ്. വയനാട് ജില്ലയിലെ പനമരമാണ് തലക്കൽ ചന്തു സ്മാരകം. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിളിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. ഈ പഴശ്ശിരാജ കൊല്ലപ്പെട്ട ഡേറ്റ് ആവർത്തിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. 1805 നവംബർ 30. 1805 നവംബർ 30 വയനാട് മാനന്തവാടിക്കടുത്തുള്ള മാവിലാന്തോട്ടിലാണ് അദ്ദേഹം മരിക്കുന്നത്. 1805 നവംബർ 30 ആർതർ വെല്ലസ്ലി ആയിരുന്നു എതിരാളി അല്ലെ. പഴശ്ശിരാജയുടെ എതിരാളി ആയിരുന്നു ചോദിച്ചാൽ ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്.
പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഹരികഥ. അതിന്റെ തിരക്കഥാകൃത്ത നമ്മുടെ MT വാസുദേവൻ നായർ. അപ്പൊ പഴശ്ശിരാജയുടെ തിരക്കഥാകൃത്ത ആരെന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരല്ലേ നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ. നിളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരുടെ. MT വാസുദേവൻ നായരുടെ ആദ്യത്തെ എഴുതപ്പെട്ട കൃതിയാണ് നാലുകെട്ട്. നാലുകെട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യമായി എഴുതപ്പെട്ട നോവലാക്കിയ പുസ്തകമാക്കിയ ആദ്യത്തെ നോവൽ ഏതെന്ന് ചോദിച്ചാൽ നാലുകെട്ടാണ്. അവസാനത്തെ കൃതി വാരണാസിയാണ്. MTയുടെ അവസാനത്തെ കൃതി ഏതെന്ന് ചോദിച്ചാൽ വാരണാസി. അപ്പൊ നിളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് 1995-ലാണ്. MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത് 1995-ലാണ്. ജ്ഞാനപീഠ പുരസ്കാര തുക 11 ലക്ഷം രൂപയാണ്. 1965-ൽ G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. 1965-ൽ G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ. രണ്ടാമത് ജ്ഞാനപീഠം കിട്ടുന്നത് താരാശങ്കർ ബാനർജി, താരാശങ്കർ ബന്ദോപാധ്യായ അഥവാ താരാശങ്കർ ബാനർജിയുടെ ഗണദേവത എന്ന കൃതിക്കാണ് രണ്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ വനിത ചോദിച്ചാൽ ആശാപൂർണാദേവി. ആശാപൂർണാദേവിയുടെ പ്രഥശ്രുതി എന്ന് പറയുന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ വനിത ആശാപൂർണാദേവി. 1976-ൽ പ്രഥശ്രുതിക്കാണ്. ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ പിന്നെ ആരൊക്കെയാണ്? G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി, MT വാസുദേവൻ നായർ, ONV, അക്കിത്തം, അച്യുതൻ നമ്പൂതിരി. G ശങ്കരക്കുറുപ്പിന് 65-ലും SK പൊറ്റക്കാടിന് 80-ലും തകഴിക്ക് 84-ലും MTക്ക് 95-ലും ONVക്ക് 2007-ലും അക്കിത്തത്തിന് 2019-ലുമാണ് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാര തുക എത്രയാണ്? 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാര തുക. എത്ര എന്ന് ചോദിച്ചാൽ 1965-ലാണ്. നമുക്ക് വേറൊരെണ്ണം നമ്മൾ പഠിക്കും. ചെമ്മീൻ സിനിമയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ച വർഷം ചോദിച്ചിട്ടില്ലേ? മലയാള സിനിമയിൽ ആദ്യമായി ചെമ്മീൻ സിനിമയ്ക്ക് സ്വർണ്ണ മെഡൽ ആദ്യമായിട്ട് ദേശീയ അവാർഡ് കൊണ്ടുവരുന്നത് 1965-ലാണ്. ചെമ്മീൻ സിനിമയുടെ സംവിധായകനാരാ? രാമു കാര്യാട്ട് അല്ലെ? ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കാര്യാട്ടാണ്. SL പുരം സദാനന്ദനാണ് അതിന്റെ തിരക്കഥാകൃത്ത്. ഛായാഗ്രാഹകനായിരുന്നു ചോദിച്ചിട്ടുണ്ട്. മാർക്കസ് ബഡ്ഡിലി. ചെമ്മീൻ സിനിമയുടെ ഛായാഗ്രാഹകൻ മാർക്കസ് ബഡ്ഡിലിയാണ്. ചെമ്മീൻ സിനിമയുടെ തിരക്കഥാകൃത്ത് SL പുരം സദാനന്ദനാണ്. ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കാര്യാട്ട്. 65-ലാണ് ചെമ്മീൻ. ആരുടെ കൃതിയാണ് ചെമ്മീൻ? തകഴിയുടെ കൃതിയാണ് ചെമ്മീൻ. 65-ലാണ് രാമു കാര്യാട്ട് സംവിധാനം ചെയ്യുന്നത്. ഏത് കടപ്പുറത്ത് അത് ചിത്രീകരിച്ചത്? ആലപ്പുഴയിലെ പുറക്കാട് തുറമുഖം അല്ലെ? പുറക്കാട് കടപ്പുറത്ത് വെച്ചാണ് ചെമ്മീൻ സിനിമ ഷൂട്ട് ചെയ്തത്. ആലപ്പുഴയിൽ വെച്ചാണ്. ആലപ്പുഴ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഏതാണ്? ആലപ്പുഴ എന്ന് കേട്ടാൽ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓടി വരുന്നത് ഏതൊക്കെയാണ്? നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വനം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത്? വനം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ. ആദ്യത്തെ കയർ ഫാക്ടറിയും ആദ്യത്തെ പോസ്റ്റ് ഓഫീസും ആലപ്പുഴയിലല്ലേ? 1857-ൽ ആദ്യ കയർ ഫാക്ടറിയും 1857-ൽ ആദ്യ പോസ്റ്റ് ഓഫീസും 1859-ൽ ആദ്യ കയർ ഫാക്ടറിയും കൊണ്ടുവന്നത് ആലപ്പുഴയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും ആദ്യത്തെ കയർ ഫാക്ടറിയും കൊണ്ടുവന്നത് എവിടെയാണ്? ആലപ്പുഴയിൽ. ഏത് വർഷം? 1857-ല് പോസ്റ്റ് ഓഫീസും 59-ൽ ഏതാണ്? കയർ ഫാക്ടറിയും ആലപ്പുഴ ജില്ലയിലാണ്. 59-ലല്ലേ ചാനാർ ലഹള നടന്നത്? ആണ്. 1859-ലാണ് ചാനാർ ലഹള നടന്നത്. ചാനാർ ലഹളയെ പിന്തുണച്ച നവോത്ഥാന നായകനല്ലേ വൈകുണ്ഠസ്വാമികൾ? ചാനാർ ലഹളയെ പിന്തുണച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമികൾ. ചാനാർ ലഹളയെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ. ചാനാർ ലഹളയെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ. എന്നാണ് ചാനാർ ലഹള? 1859. 10 വർഷം കൂട്ടിയാൽ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം വന്നടെ. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് വർഷമാണ്? 1869-ലാണ്. വില്യം ബാർട്ടൺ ആണ് കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചതിന്റെ ശില്പി. ആയില്യം തിരുനാളിന്റെ കാലത്താണ്.
അപ്പൊ ആയില്യം തിരുനാളിന്റെ കാലത്താണ് കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം വന്നത്. ഏത് വർഷമാണ്? 1869. അതിൽ നിന്ന് 5 കുറച്ചു നോക്ക്. 1869 5 വേണ്ട, 4 കുറച്ചു നോക്ക്. 65. പരീക്ഷയ്ക്ക് ചോദിക്കും പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആയില്യം തിരുനാൾ പ്രഖ്യാപിച്ച തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 ആരാ? ആയില്യം തിരുനാളാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. 65. 69 എന്താ? കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച വർഷം എന്നാണ്? 69. 1891 മലയാളി മെമ്മോറിയൽ ആണ്. 91 മലയാളിയും 96 ഈഴവ മെമ്മോറിയലും അല്ലെ, രണ്ടും സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനല്ലേ? ആണ്. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ്. പക്ഷെ നമുക്ക് 2 ഈഴവ മെമ്മോറിയൽ ഉണ്ട്. 1896 സാധാ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനും, രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ന് എടുത്തു ചോദിച്ചാൽ 1900 അത് കട്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. അപ്പൊ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വൈസ്രോയിക്കാണ്? കട്സൺ പ്രഭുവിന്. ഏത് വർഷമാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ? 1900. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ കട്സൺ പ്രഭു. അവിടെ ഒരു നല്ലൊരു ചോദ്യമുണ്ട്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കട്സൺ പ്രഭുവോ? തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കട്സൺ പ്രഭുവാണ്. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് ആരാണ്? കട്സൺ പ്രഭു. അപ്പൊ ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് കട്സൺ പ്രഭുവാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആരാണ്? കട്സൺ പ്രഭു. രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാ സമർപ്പിച്ചത്? 1900 നമ്മുടെ കട്സൺ പ്രഭുവിനാണ്. അപ്പം ഈഴവ മെമ്മോറിയലിന്റെ നേതാവ് ഡോക്ടർ പൽപ്പു ആണ്. നേതാവിന്റെ പേര് ചോദിച്ചാൽ മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിന് ഒരു മുദ്രാവാക്യമുണ്ടല്ലോ, തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ആരുടെ എന്ന് ചോദിച്ചിട്ടില്ലേ? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലിന്റെ. ഇത് എഴുതിയത് CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ CV രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതിയത്. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയത് നോർട്ടൺ എന്ന് പറയുന്ന ആളാണ്. നിയമോപദേശം നൽകിയത് ആരാണ്? നോർട്ടൺ എന്ന് പറയുന്ന ആളാണ് മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയത്. 1896 മലയാളി മെമ്മോറിയൽ, 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ, രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 ആർക്ക് കൊടുക്കുന്നു? കട്സൺ പ്രഭുവിന് കൊടുക്കുന്നു. ബംഗാൾ വിഭജനം നടത്തിയത് കട്സൺ പ്രഭു അല്ലേ? ആണ്. ബംഗാൾ വിഭജനം നടത്തിയത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് കട്സൺ പ്രഭു ആണെങ്കിലും ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മിന്റോ സെക്കൻഡ് ആണ്. അപ്പൊ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കട്സൺ, ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മിന്റോ സെക്കൻഡ്, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. എന്നാ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്? 1911. അപ്പൊ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ചോദിച്ചാൽ ഹാർഡിഞ്ച് സെക്കൻഡ് ഏത് വർഷമാണ്? 1911 ബംഗാൾ വിഭജനം റദ്ദ്. കുറച്ച് റിവിഷൻ ആയിരുന്നു എന്ന്. ഇനി എന്താട്ടെ ടോപ്പിക്കിൽ കുറെ റിവിഷൻ വരും, അതുകൊണ്ട് അതും കൂടെ പറഞ്ഞങ്ങ് പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അവസാനം ബോറടിച്ചു എന്ന് പറയത്തില്ലേ. നോക്കെ, കേരളത്തിന്റെ സബർമതി എന്നറിയപ്പെടുന്ന LGS ചോദ്യങ്ങളാണ് ഫുൾ എഴുതിയിരിക്കുന്നത്. കേരളത്തിന്റെ സബർമതി എന്ന് വിളിക്കുന്ന ആശ്രമം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ശബരി ആശ്രമം പാലക്കാട് ജില്ലയിലാണ്. ശബരി ആശ്രമം പാലക്കാട് ജില്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ? ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ 3 തവണ സന്ദർശിച്ച ആശ്രമം ഏതെന്ന് ചോദിക്കാറില്ലേ? ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ 3 തവണ സന്ദർശിച്ച ആശ്രമം ഏതാണ്? ശബരി ആശ്രമം. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ആദ്യമായിട്ട് ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷം എന്നാണ്? 1920 അല്ലെ? ഗാന്ധിജി എത്ര പ്രാവശ്യമേ വന്നിട്ടുള്ളൂ? ഗാന്ധിജി കേരളത്തിൽ 5 പ്രാവശ്യമാണ് വന്നത്. ഏതൊക്കെ വർഷമാണ് ഗാന്ധിജി കേരളത്തിൽ വന്ന 5 വർഷങ്ങൾ? 20, 25, 27, 34, 37. 20, 25, 27, 34, 37. ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? 20, 25, 27, 34, 37. അതിൽ 3 പ്രാവശ്യവും സന്ദർശിച്ചത് ശബരി ആശ്രമം പാലക്കാട് ജില്ലയിലാണ് അല്ലെ? പാലക്കാട് ജില്ലയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് കേരളത്തിന്റെ സബർമതി. ശബരി ആശ്രമം സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ് കേട്ടോ. 1922 TR കൃഷ്ണസ്വാമി അയ്യർ. ശബരി ആശ്രമത്തെ കേരളത്തിന്റെ സബർമതി എന്ന് വിളിച്ചത് നമ്മുടെ ഗാന്ധിജിയാണ്. ശബരി ആശ്രമത്തെ കേരളത്തിന്റെ സബർമതി എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. മറന്നുപോരുത്. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയുടെ പേര് ഓർമ്മ
ഓർമ്മയുണ്ടോ? ഹിന്ദു സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണ്? ഹിന്ദു സ്വരാജ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാ? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താ? ഗാന്ധിജി 2 വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നു. പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് നയി തലീം. ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് ഏതാണ്? നമ്മുടെ വാർധ പദ്ധതി. ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി നയി തലീമും ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? അത് വാർധ പദ്ധതിയാണ്. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയുടെ പേര് തെറ്റരുത്, ഹിന്ദു സ്വരാജ്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. തെക്കേ ഇന്ത്യയുടെ സബർമതി എന്നൊരു വിശേഷണവും ശബരി ആശ്രമത്തിനുണ്ട്. ഗാന്ധിജി 3 തവണ സന്ദർശിച്ച കേരളത്തിലെ ആശ്രമം ഏതാണ്? ശബരി ആശ്രമം. 25, 27, 34. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കേ. കേരള രൂപീകൃതമായതിനു ശേഷം നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട്. ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് പല തവണ ചോദിച്ചുകൊണ്ടുണ്ട്. കേരളം വന്നതിന് ശേഷം ആദ്യമായി രൂപീകരിച്ച കേരളത്തിലെ അണക്കെട്ട് തൃശൂർ ജില്ലയിലെ പീച്ചി അണക്കെട്ടാണ്. പീച്ചി അണക്കെട്ട് മണാലി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1957 ഒക്ടോബർ 4-നാണ് ഇത് വരുന്നത്. പീച്ചി അണക്കെട്ടിന്റെ ശില്പി ഈ ഇക്കണ്ട വാര്യർ ആണ്. ഇക്കണ്ട വാര്യരെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇക്കണ്ട വാര്യർ അതായത് 1936 തൃശ്ശൂർ വൈദ്യുത സമരത്തിന് നേതൃത്വം നൽകിയതായിരുന്നു വെച്ചിട്ടില്ലേ? തൃശ്ശൂരല്ലിയുടെ വൈദ്യുത സമരം നടന്നത് 36 വൈദ്യുത സമരം. ഇതിന്റെ നേതാവാരെന്ന് വെച്ചാൽ ഇക്കണ്ട വാര്യറാണ് അല്ലെ. ഇതാണ് പീച്ചി അണക്കെട്ടിന്റെ ശില്പി ആരാ? ഇക്കണ്ട വാര്യർ. അപ്പം കേരളം രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? പീച്ചി അണക്കെട്ടാണ്. കേരള രൂപീകൃതമായതിനു ശേഷം വന്ന പൂർണ്ണമായും നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ. അതിനു മുമ്പ് മലമ്പുഴ അണക്കെട്ടൊക്കെ വരുന്നുണ്ട്, അത് ഉദ്ഘാടനമാണ്. വന്ന അണക്കെട്ട് പീച്ചി അണക്കെട്ട് എന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. 57 ഒക്ടോബർ 4-നാണ് പീച്ചി അണക്കെട്ടിന്റെ നദി തെറ്റരുത്, മണാലി നദിയിലാണ് പീച്ചി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലല്ലേ ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ 2 വെള്ളച്ചാട്ടങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ 2 വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെ? അതിരപ്പള്ളി, വാഴച്ചാൽ അല്ലെ. അതിരപ്പള്ളി, വാഴച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ സമ്പത്തുള്ള നദി ഏതാ? ചാലക്കുടി പുഴ. മത്സ്യസമ്പത്തും ജൈവസമ്പത്തും ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? ചാലക്കുടി പുഴ. തൃശ്ശൂർ ജില്ലയിലാണ്. ചാലക്കുടി പുഴയിൽ പെരിങ്ങൽകുത്ത് അണക്കെട്ട്, ഷോളയാർ അണക്കെട്ട്, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി, ഷോളയാർ അണക്കെട്ട്, ഇതൊക്കെ ഏതാണ്? ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ നദിയാ ചാലക്കുടി പുഴ. ആദ്യത്തെ 5 പറഞ്ഞ്. കേരളത്തിലെ ആദ്യ ഏറ്റവും വലിയ നദി പെരിയാർ, 2-ാം സ്ഥാനത്ത് ഭാരതപ്പുഴ, 3-ാം സ്ഥാനത്ത് പമ്പ, 4-ാം സ്ഥാനത്ത് ചാലിയാർ, 5-ാം സ്ഥാനത്ത് ചാലക്കുടി പുഴ, 6-ാം സ്ഥാനത്ത് കടലുണ്ടിപ്പുഴ അല്ലെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ 6 നദികൾ പറഞ്ഞാണ്. 1 പെരിയാർ, 2 ഭാരതപ്പുഴ, 3 244 പെരിയാറിന്, 209 ഭാരതപ്പുഴയ്ക്ക്, 176 പമ്പയ്ക്ക്, 169 ചാലിയാറിന്, 145 ചാലക്കുടി പുഴയ്ക്ക് അല്ലെ. ചാലക്കുടി പുഴ മറന്നുപോരുത്. അപ്പം അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ, ഷോളയാർ അണക്കെട്ട്, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയൊക്കെ ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നമ്മുടെ ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കണേ. അപ്പൊ പീച്ചി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. പീച്ചി വേറൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടല്ലോ. പീച്ചി എന്താ? കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ അല്ലെ? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1975 സ്ഥാപിച്ച ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. അപ്പൊ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാട് തിരുവനന്തപുരം വഴുതക്കാട്, ഫോറസ്റ്റ് അക്കാദമി അരിപ്പ തിരുവനന്തപുരം അരിപ്പയിലാണ് ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്കൊന്ന് നോക്കാം. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിന്റെ ബ്രഹ്മസമാജത്തിന്റെ ശാഖ തുറന്നത് എവിടെ? ആര്യ സമാജത്തിന്റെ ശാഖ തുറന്നത് എവിടെ? ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട് ജില്ലയിലാണ്. കേരള ബ്രഹ്മസമാജത്തിന്റെ അമരക്കാരൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ വിളിച്ചതും അയ്യത്താൻ ഗോപാലനെയാണ്. അപ്പൊ കേരളത്തിന്റെ ബ്രഹ്മസമാജത്തിന്റെ ശാഖ തുറന്നത് കോഴിക്കോടാണ്. കേരള
ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ എന്ന് വിളിക്കുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അതുകൊണ്ട് എന്ത് വിളിക്കാം? കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് ടാഗോർ വിളിച്ചത് ആരെയാണ്? ടാഗോർ വിളിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അയ്യത്താൻ ഗോപാലനെ. ദർസർ സാഹിബ്, റാവു സാഹിബ് പട്ടം ഇതൊക്കെ നൽകി ആദരിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ദർസർ സാഹിബ് എന്നും റാവു സാഹിബ് പട്ടം ഒക്കെ ലഭിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. കേരളത്തിൽ ആര്യ സമാജത്തിന്റെ ശാഖ തുറന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ആര്യ സമാജത്തിന്റെ ശാഖ തുറന്ന ജില്ല ഏതാണ്? പാലക്കാട്. അപ്പൊ ബ്രഹ്മസമാജം വന്നത് കോഴിക്കോടും ആര്യ സമാജം വന്നത് എവിടെയാണ്? പാലക്കാട്. രണ്ടിന്റെ സ്ഥാപകർ പറഞ്ഞേ. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി അല്ലെ. അപ്പൊ 1828 ബ്രഹ്മസമാജം കൊണ്ടുവന്നത് രാജാറാം മോഹൻ റോയും 1875 ആര്യ സമാജം, ശുദ്ധി പ്രസ്ഥാനം ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജവും ശുദ്ധി പ്രസ്ഥാനവും കൊണ്ടുവന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ആത്മകഥാപരമായ കൃതിയുടെ പേര് ജീവൻ സ്മൃതി എന്നതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ കൃതി ഏതാണ്? ജീവൻ സ്മൃതി. ഒരു പക്ഷേ രവീന്ദ്രനാഥ ടാഗോറിന്റെ ആദ്യത്തെ കവിത ഏത് എന്ന് ചോദിച്ചാൽ അഭിലാഷം. ആദ്യ കവിതാ സമാഹാരം കവി കാഹിനി എന്നതാണ്. കവി കാഹിനിയാണ് ആദ്യ കവിതാ സമാഹാരം. ആദ്യ ചെറുകഥ ഫിക്കാരിണി. ഫിക്കാരിണിയാണ് ആദ്യത്തെ ചെറുകഥയുടെ പേര്, ഫിക്കാരിണി. ആദ്യ നാടകം വാൽമീകി പ്രതിഭ. പ്രതിമയല്ല, പ്രതിഭ. രവീന്ദ്രനാഥ ടാഗോർ അഭിനയിച്ച ആ നാടകം എന്നൊക്കെ ചോദിക്കാറുണ്ട്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ആദ്യത്തെ നാടകത്തിന്റെ പേര് വാൽമീകി പ്രതിഭ. ഇദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷം? 13 ഗീതാഞ്ജലി. ഏഷ്യയിലേക്ക് തന്നെ ആദ്യമായി നോബൽ സമ്മാനം സാഹിത്യത്തിന് കൊണ്ടുവരുന്നത് ടാഗോർ ആണ് 13. ഇദ്ദേഹത്തിന്റെ തൂലികാനാമം ഭാനു സിൻഹ എന്നതാണ്. ടാഗോറിന്റെ തൂലികാനാമം എന്താണ്? ഭാനു സിൻഹ. ഇദ്ദേഹം സ്ഥാപിച്ചതാണ് പശ്ചിമ ബംഗാളിൽ 1901 ശാന്തി നികേതൻ. നേരത്തെ പറഞ്ഞു തന്നു അല്ലെ. 21 ഇതിന്റെ പേര് മാറ്റി വിശ്വഭാരതി സർവകലാശാല എന്നായി. ഗാന്ധിജി ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ആണ് കേട്ടോ. ഗാന്ധിജി ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ആണ്. ആകാശവാണിക്ക് ആ പേര് കൊടുത്തത് ആരാ? ആകാശവാണിക്ക് ആ പേര് കൊടുത്തത് ടാഗോർ ആണ്. അമർത്യാസന് അമർത്യ എന്ന പേര് കൊടുത്തത് ടാഗോർ ആണ്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചു, അമർത്യാസൻ അമർത്യ എന്ന പേര് കൊടുത്തു. ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ ആയി ആകാശവാണി എന്ന പേര് വിളിച്ചതും ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അത് നല്ലൊരു ചോദ്യമാണ്. അപ്പം ബംഗ്ലാദേശിന്റെ ദേശീയഗാനം എഴുതിയത് ആരാ? രവീന്ദ്രനാഥ ടാഗോർ. ബംഗ്ലാദേശിന്റെ ദേശീയഗാനം ഏതാ? അമർ സോന ബംഗ്ല. അമർ സോന ബംഗ്ല എഴുതിയത്, അതായത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് സ്വദേശി പ്രസ്ഥാനമൊക്കെ കൊണ്ടുവന്നത്. ആ സമയത്ത് ടാഗോർ എഴുതിയ ഗാനമാണ് അമർ സോന ബംഗ്ല. ഇത് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ദേശീയ ഗാനമാണ് കേട്ടോ. ആ സമയത്ത് ആ ദേശീയ കൈത്തറി ദിനമൊക്കെ ആചരിച്ചത് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ചോദിക്കാം കേട്ടോ. ദേശീയ കൈത്തറി ദിനം എന്നാണ് ഓഗസ്റ്റ് 7 ആണ് ദേശീയ കൈത്തറി ദിനം. അപ്പൊ അമർ സോന ബംഗ്ല ഇവിടുത്തെ ദേശീയ ഗാനമാണ് ബംഗ്ലാദേശിന്റെ. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം കബഡിയാണ് കേട്ടോ. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം ഏതാണ്? കബഡി. ഒരു കബഡി ടീമിൽ 7 പേരുണ്ട്. ഒരു കബഡി ടീമിൽ എത്രയാണ്? കബഡിയിലും വാട്ടർ പോളോയിലും 7 പേരുണ്ട്. വാട്ടർ പോളോ എന്ന് കേട്ടിട്ടില്ലേ? പോളോ കളി അല്ലടേ, പോളോയിൽ 4 പേരേ ഉള്ളൂ. ഒരു പോളോ കളിയിൽ 4 പേരും വാട്ടർ പോളോ കളി എന്ന് ചോദിച്ചാൽ 7 പേരാ പറയേണ്ടത്. അപ്പൊ ഒരു കബഡി ടീമിലും ഒരു വാട്ടർ പോളോ ടീമിലും എത്ര പേരുണ്ടേ? 7 പേരാണ് ഉള്ളത്. കബഡി എവിടുത്തെ ദേശീയ വിനോദമാണ്? നമ്മുടെ ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദമാണ് കബഡി എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ 4 പേരാണ് പോളോ കളിയിൽ, 5 പേര് ബാസ്കറ്റ് ബോൾ കളിയിലാണ്. ഒരു ബാസ്കറ്റ് ബോൾ കളിയിൽ എത്ര പേരാണ്? 5 പേര്. 6 പേര് കേട്ടിട്ടുണ്ടോ? 6 പേര് വോളിബോൾ കളി, ഐസ് ഹോക്കി കളി, വോളിബോൾ, ഐസ് ഹോക്കി, ഇവിടൊക്കെ 6 പേരാണ്. 7 പേര് വരുന്നതാണ് നമ്മുടെ കബഡി, വാട്ടർ പോളോ, ഇതിലൊക്കെ 7 പേരാണ്. അപ്പം ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സോന ബംഗ്ല എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ യുവജന ദിനം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ജനുവരി 12 അല്ലെ. ജനുവരി 12 ആണ് ദേശീയ യുവജന ദിനം, സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം. അന്താരാഷ്ട്ര യുവജന ദിനം ഒരു 12 തന്നെയാണ്, പക്ഷെ അത് ഓഗസ്റ്റ് 12. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് എഴുതാവും. ലോക യുവജന ദിനമെന്നോ അന്താരാഷ്ട്ര യുവജന ദിനോ
എന്നൊക്കെ ചോദിച്ചാൽ ഓഗസ്റ്റ് 12 ദേശീയ യുവജന ദിനം എന്നാണ്. ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം. സ്വാമി വിവേകാനന്ദൻ എന്ന് കേൾക്കുമ്പോൾ ചിക്കാഗോ സർവമത സമ്മേളനം ഓർമ്മ വരണേ. എന്നാ ചിക്കാഗോ സർവമത സമ്മേളനം 1893 അല്ലെ? 1893 ചിക്കാഗോ സർവമത സമ്മേളനം. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരറിയാമോ? രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദന്റെ സംഘടനയുടെ പേരാണ് 1897 വന്ന രാമകൃഷ്ണ മിഷൻ കേട്ടോ. രാമകൃഷ്ണ മിഷൻ 1897 വന്നേ. ഇദ്ദേഹത്തെയാണ് ബേലൂർ മഠ സന്യാസി എന്ന് വിളിക്കുന്നത്. സ്വാമി വിവേകാനന്ദനെയാണ് ബേലൂർ മഠ സന്യാസി എന്ന് വിളിക്കുന്നത്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ പത്രങ്ങൾ ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ പത്രങ്ങളൊക്കെ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദന്റെ. അപ്പൊ ദേശീയ യുവജന ദിനം ജനുവരി 12 ആരുടെ ജന്മദിനം? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. ജനുവരി 10, ജനുവരി 9 നിങ്ങൾക്കറിയാം പ്രവാസി ഭാരതീയ ദിനം. പഠിച്ചിട്ടില്ലേ? പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9. ജനുവരി 12 യുവജന ദിനം. ജനുവരി 15 നേരത്തെ പഠിച്ചു. കരസേനാ ദിനം പഠിച്ചായിരുന്നു അല്ലെ? ജനുവരി 15 കരസേനാ ദിനം ഒക്കെ നിങ്ങൾ പഠിച്ചു. ദേശീയ അധ്യാപക ദിനം ഒന്ന് നോക്കിയുടെ. സെപ്റ്റംബർ 5. ഇവിടെ 2 അധ്യാപക ദിനമുണ്ട്. ലോക അധ്യാപക ദിനവും ദേശീയ അധ്യാപക ദിനവും 1 മാസം വ്യത്യാസമേ ഉള്ളൂ. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 നമ്മൾ പറയേണ്ടത് കേട്ടോ. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5, ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ആദ്യ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മള് നമ്മുടെ ദേശീയ അധ്യാപക ദിനമായിട്ട് പറയുന്നത് കേട്ടോ. ഒക്ടോബർ 5 ജന്മദിനം. ഇത് ഇപ്പുറത്തോട്ടാ വരേണ്ടത്. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. അപ്പൊ ആദ്യ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം ഏതാണ്? ജന്മദിനമാണ്. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ലോക അധ്യാപക ദിനം എന്ന് എടുത്തു ചോദിച്ചാൽ ഏത് പറയണോടെ? ഒക്ടോബർ 5 നമ്മൾ പറയേണ്ടത്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത നോക്കാം. ദേശീയ വിദ്യാഭ്യാസ ദിനം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നവംബർ 11 കണ്ടോ? അതായത് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് പറയുന്നത്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാ? മൗലാന അബുൽ കലാം ആസാദ്. അൽ ഹിലാൽ, അൽ ബലാഖ് എന്നീ പത്രങ്ങൾ മൗലാന അബുൽ കലാം ആസാദ്. അപ്പൊ അൽ ഹിലാൽ, അൽ ബലാഖ് എന്നീ പത്രങ്ങൾ മൗലാന അബുൽ കലാം ആസാദിന്റെയാണ്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഇനി ലോക വിദ്യാർത്ഥി ദിനം. വിദ്യാഭ്യാസ ദിനം വേറെ, വിദ്യാർത്ഥി ദിനം വേറെ. വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15 നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. ഇദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് കേട്ടോ. APJ അബ്ദുൽ കലാം ലഭിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. വിങ്സ് ഓഫ് ഫയർ അല്ലേ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്? വിങ്സ് ഓഫ് ഫയർ. ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡുവിന്റെ ആത്മകഥയുടെ പേരാണ്. അപ്പൊ വിങ്സ് ഓഫ് ഫയർ അഗ്നിച്ചിറകുകൾ APJ അബ്ദുൽ കലാമിന്റെ ആണെങ്കിൽ ഒടിഞ്ഞ ചിറകുകൾ ബ്രോക്കൺ വിങ്സ് നമ്മുടെ സരോജിനി നായിഡുവിന്റെ ആത്മകഥയുടെ പേരാ. ഇനി ഒരു സയൻസ് നോക്കേ. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളുണ്ട്. ഹൈഡ്രജൻ ഇപ്പോഴത്തെ പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചതുകൊണ്ട് ഹൈഡ്രജന് 3 ഐസോടോപ്പുകളുണ്ട്. ഡ്യൂട്ടീരിയം, പ്രോട്ടിയം, ട്രിഷിയം. ഡ്യൂട്ടീരിയം, പ്രോട്ടിയം, ട്രിഷിയം. അതിൽ ന്യൂട്രോണ് ഇല്ലാത്ത ഐസോടോപ്പ് പ്രോട്ടിയാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പ് ഏതാണ്? പ്രോട്ടിയം. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഐസോടോപ്പ് ഡ്യൂട്ടീരിയം ആണ്. അപ്പൊ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പ് പ്രോട്ടിയം, ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയവും, 2 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ട്രിഷിയം. ഇവരാണ് റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ഇത് എടുത്തു ചോദിക്കാറുണ്ട്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പിന്റെ പേരെന്താണ്? ട്രിഷിയം. 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 അല്ലെ? 1. ഹൈഡ്രജൻ നിർമ്മാണ പ്രക്രിയ ഏതാ? ബോഷ് പ്രക്രിയ. അപ്പം ഹൈഡ്രജൻ നിർമ്മാണ പ്രക്രിയ ഏതാണ്? ബോഷ് പ്രക്രിയ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിലും സൂര്യനിലും നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതലുള്ളതാണ് ഹൈഡ്രജൻ. അപ്പൊ പ്രപഞ്ചത്തിലും സൂര്യനിലും നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ. പക്ഷെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജനും ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജനുമാണ്. അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ, പ്രപഞ്ചത്തിലും സൂര്യനിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ നിർമ്മാണ പ്രക്രിയ ഏതാണ്? ബോഷ് പ്രക്രിയയാണ് ഹൈഡ്രജൻ നിർമ്മാണ പ്രക്രിയയുടെ പേര്. ഓർത്തു വെച്ചിരിക്കണേ. ഓക്സിജൻ നിർമ്മാണ പ്രക്രിയയാണ് അംശിക സ്വേദനം. ഓക്സിജൻ നിർമ്മാണ പ്രക്രിയ ഏതാണ്? അംശിക സ്വേദനമാണ് ഓക്സിജൻ നിർമ്മാണ പ്രക്രിയ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്.
അടുത്ത നോക്കണ ഒരു ബേസ് ചോദ്യമാണ്. ഒരു LGS പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരാൻ പറ്റിയ കുറച്ചൊരു ബേസ് ചോദ്യം. ഒന്ന് റിവിഷൻ നടത്തിയിട്ട് കയറണേ. കരളിന്റെ ഭാരം, ഏറ്റവും കൂടുതൽ ഭാരം കരളിനാണെന്ന് നമുക്കറിയാം. കരൾ കഴിഞ്ഞാലാണ് തലച്ചോറ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഭാരം കരളിനാണ്, 1500 ഗ്രാമാണ് അല്ലെ. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല അല്ലെ. താപം നൽകുന്നത്, അതുപോലെ രാസാഗ്നികൾ, ഹോർമോണുകൾ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്, അതുപോലെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് കരളുമായി. കരളിനെ കുറിച്ചുള്ള പഠനമല്ലേ ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. അപ്പൊ കരളിന്റെ ഭാരം 1500 ഗ്രാമാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം ചോദിച്ചാലും കരള. ഏറ്റവും വലിയ അവയവം ത്വക്കാണ്, രണ്ടാമത്തെ അവയവം കരള്. ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ ഏതാണ്? കരളാണ്. നമ്മൾ കരളിന്റെ ഭാരം 1500 ഗ്രാം. തലച്ചോറിന് 1400 ഗ്രാമാണ്. തലച്ചോറിന്റെ ഭാരം എത്രയാണ്? 1400 ആണ് തലച്ചോറിന് പറയേണ്ടത്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജിയാണ്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഫ്രിനോളജിയാണ് തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രാനിയോളജി എന്ന് വിളിക്കുന്നത് തലയോടിനെ കുറിച്ചുള്ളതാണ്. തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് മെനിഞ്ചസ് അല്ലേ. ഇതിനെ ബാധിക്കുന്നത് ഒരു രോഗമാ മെനിഞ്ചൈറ്റിസ് അല്ലെ. ഇത് ബാക്ടീരിയ ആണെന്ന് കേട്ടോ. മെനിഞ്ചൈറ്റിസ് ഏതാണ്? അത് രോഗമാണ്. മെനിഞ്ചൈറ്റിസ് വരാൻ കാരണം ബാക്ടീരിയ ആണ്. കുഷ്ഠം, ക്ഷയം ബാക്ടീരിയ. കുഷ്ഠം, ക്ഷയം ബാക്ടീരിയയാണ്. കോളറ ബാക്ടീരിയയാണ്. ടൈഫോയിഡ്, ഡിപ്തീരിയ, വില്ലൻ ചുമ, എലിപ്പനി, സിഫിലിസ്, ബോട്ടുലിസം, ഗൊണേറിയ ഇതൊക്കെ ബാക്ടീരിയയാണ്. അപ്പം കുഷ്ഠം, ക്ഷയം, ഡിപ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ടൈഫോയിഡ്, എലിപ്പനി, കോളറ, നിമോണിയ വരെ ബാക്ടീരിയ. നിമോണിയ, അതുപോലെ സിഫിലിസ്, ബോട്ടുലിസം, പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ബോട്ടുലിസം, അതുപോലെ ഒരു ലൈംഗിക രോഗമല്ലേ ഗൊണേറിയ, ഇതൊക്കെ ബാക്ടീരിയ ആണ് കേട്ടോ, ബാക്ടീരിയ. അപ്പം തലച്ചോറിലെ മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തിന്റെയും രോഗാണു ഏതാണ്? ബാക്ടീരിയ ആണ് അല്ലെ. സെറിബ്രോ ഒക്കെ പഠിച്ചിട്ടില്ലേ? ശരീരത്തിലെ ഏതാണ്? സെറിബ്രത്തെ കുറിച്ച് ഒരു പറയട്ടെ. ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രവും അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രവും അനൈച്ഛിക പ്രവർത്തനങ്ങളെ മെഡുല ഒബ്ലോങ്കേറ്റ. പക്ഷേ ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്നതും പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും മദ്യം ബാധിക്കുന്നതും ഒക്കെ സെറിബെല്ലത്തിലാണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അതുപോലെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതും ലൈംഗിക ആസക്തി, വിശപ്പ്, ദാഹം ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസിലാണ് കേട്ടോ. അപ്പൊ അനൈച്ഛിക പ്രവർത്തനം ആരാ? മെഡുല ഒബ്ലോങ്കേറ്റ. ചുമ, തുമ്മൽ, ഛർദി ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ. ഒരു വൃക്കയുടെ ഭാരം 150 ആണ്. വൃക്കയുടെ ഭാരം എത്രയാണ്? ഹൃദയത്തിന്റെ ഭാരം എത്ര? 250 മുതൽ 300 വരെയാണ് ഹൃദയത്തിന്റെ ഭാരം. കാർഡിയോളജി, ഹൃദയത്തെ കുറിച്ചുള്ളത്. മനുഷ്യന് എത്ര ഹൃദയാറകളുണ്ട്? 4. മനുഷ്യന്റെ ഹൃദയാറകളുടെ എണ്ണം എത്രയാണ്? 4 മത്സ്യത്തിന് 2 അറകൾ, ഉഭയജീവിക്കും ഉരകങ്ങൾക്ക് 3 അറകള്. മനുഷ്യന് എത്രയാണ്? മനുഷ്യന് മുതലയ്ക്കൊക്കെ 4. മനുഷ്യൻ, മുതല, പക്ഷികൾക്കൊക്കെ 4 നമ്മൾ പറയേണ്ടത്. ഓർത്തു വെച്ചിരിക്കണേ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഓർത്തു വെച്ചിരിക്കുക. അപ്പം മത്സ്യത്തിന് 2 അറ, പിന്നെ നമ്മുടെ ഉരകങ്ങൾക്കും ഉഭയജീവികൾക്കും 3 അറകളാണ്. നമ്മുടെ മനുഷ്യന് 4, മുതലയ്ക്കും 4. മനുഷ്യനും മുതലയ്ക്കും എത്രയാണ് പറയേണ്ടത്? 4 നമ്മൾ പറയേണ്ടത്. സുഷുമ്നയുടെ നീളം 45 സെന്റിമീറ്ററും ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 വരെ മീറ്ററും വൻകുടലിന്റെ നീളം 1.5 മീറ്ററുമാണ്. ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 വരെ മീറ്റർ വരാം, വൻകുടലിന്റെ നീളം 1.5 മീറ്റർ ആണ് അല്ലെ. ഇനി ഒരു കുറച്ച് അതിർത്തി രേഖ കണ്ടോ? ഇതും ഉറപ്പായിട്ട് കമ്പനി ബോർഡിനെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ. നമുക്കൊരു വാഗാ ബോർഡറും ഉണ്ട്. ഇന്ത്യയിൽ പാകിസ്ഥാനിലേക്ക് കയറുന്ന ഒത്തിരി ഉണ്ട് അതിർത്തി രേഖ. വാഗാ ബോർഡർ എന്ന് കേട്ടില്ലേ? അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ പാക് കടലിടുക്കും ഗൾഫ് ഓഫ് മാന്നാറും പറയാം കേട്ടോ. പാക് കടലിടുക്കും ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ മ്യാൻമാർ അതിർത്തി രേഖ പട്കായി മലനിരയാണ്. അപ്പൊ ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ, ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്കും ഗൾഫ് ഓഫ് മാന്നാറും, ഇന്ത്യ മ്യാൻമാർ അതിർത്തി രേഖ പട്കായി രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഡ്യൂറന്റ് രേഖ എന്നാണ് പറയേണ്ടത്. കറക്റ്റ് ചോദിച്ചാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയേണ്ടത്. പക്ഷെ പരീക്ഷയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് ചോദിച്ചാലും നിങ്ങൾ ഡ്യൂറന്റ് രേഖ എഴുതിക്കോ കേട്ടോ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഡ്യൂറന്റ് എന്ന് പറയാം. ഇന്ത്യ പാകിസ്ഥാൻ ചോദിച്ചാലും ഡ്യൂറന്റ്. ഇന്ത്യ പാകിസ്ഥാൻ
പാകിസ്ഥാൻ അതിർത്തി രേഖ വേറൊരെണ്ണം കണ്ടോ? പഞ്ചാബിലെ വാഗ ബോർഡർ ഉണ്ട്. ഇതിനെ ഇന്ത്യയുടെ ബെർലിൻ മതിൽ എന്ന് വിളിക്കുന്നെന്ന്. പഞ്ചാബിലെ വാഗ ബോർഡറിനെ എന്ത് വിളിക്കുന്നത്? ഇന്ത്യയുടെ ബെർലിൻ മതിൽ എന്ന് വിളിക്കുന്നു. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആണ്. മറന്നുപോരുത്, ഡിസംബർ 10 എന്നാണ് ഉറപ്പായിട്ട് വരാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 10 മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ട് ഏറ്റെടുക്കാൻ കാരണം എന്താണ്? UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10-നാണ്. ഡിസംബർ 10 ആണ് പിന്നീട് മനുഷ്യാവകാശ ദിനമായിട്ട് മാറുന്നത്. 1950 മുതലാണ് നമ്മൾ ഡിസംബർ 10 എന്തായിട്ട് ആചരിച്ചത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്തതും ഇതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട രേഖ എന്ന് ചോദിച്ചാൽ 1948 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പൊ രാമസുബ്രഹ്മണ്യമാണ്. ഇനി മാറുന്നതുകൊണ്ട് വെച്ചാണ് ഞാൻ അത് എഴുതാത്തെ. അത് പരീക്ഷ അടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കറണ്ടായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്ന ഒരേ ഒരു മലയാളി ഉണ്ട്, KG ബാലകൃഷ്ണൻ. കേട്ടോ, കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിമാർക്കല്ലേ ആവാൻ പറ്റൂ. അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നത്? KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹമാണ് ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ വ്യക്തിയും നമ്മുടെ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പുകാരനായ KG ബാലകൃഷ്ണനാണ്. പക്ഷേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാകുന്ന ആദ്യത്തെ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബീബി, നമ്മുടെ പത്തനംതിട്ടക്കാരിയായ ഫാത്തിമ ബീബി. സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത ഇവരാണ്. സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീബിയാണ്. പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മലയാളി നമ്മുടെ KG ബാലകൃഷ്ണൻ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം പറഞ്ഞാൽ മതിയുടെ. കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം കൊച്ചി തുറമുഖമാണ്. കേരളത്തിലെ ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിൽ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് തുറമുഖം ഏത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ തുറമുഖവും വിഴിഞ്ഞം തുറമുഖമാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. 2023 ഒക്ടോബർ 15-നാണ് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. 2023 ഒക്ടോബർ 15-ന് ഇവിടെ എത്തിയ ആദ്യത്തെ ചൈനീസ് കപ്പൽ ഒരു ചരക്ക് കപ്പലായ ഷെൻഹുവ 15 ആണ്. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലിന്റെ പേര് ഷെൻഹുവ 15ഉം ഇവിടത്തെ എത്തിയ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പിന്റെ പേര് MV സാൻ ഫെർണാണ്ടോ എന്നതാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് ചോദിച്ചാൽ MV സാൻ ഫെർണാണ്ടോ നെതർലൻഡ്സ് കമ്പനിയുടെ ആയിരുന്നു. മദ്യ ദുരന്തത്തിന് കാരണം എന്ത്? ഇത് സയൻസിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. LGS. സ്പിരിറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈഥയിൽ ആൽക്കഹോൾ പറഞ്ഞു. പക്ഷെ എടുത്തു ചോദിക്കും മദ്യ ദുരന്തം എന്ന് ചോദിച്ചാൽ മീഥയിൽ ആൽക്കഹോൾ ആണ് പറയണ്ടേ. അപ്പൊ സ്പിരിറ്റ് ഏതാ? സ്പിരിറ്റ് ഈഥയിൽ ആൽക്കഹോൾ. മദ്യ ദുരന്തം ഏതാ? മീഥയിൽ ആൽക്കഹോൾ. എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ്. ഫോസ്ഫേറ്റ് അല്ല, ഫോസ്ഫൈഡ്. അജിനോമോട്ടോയുടെ രാസനാമം കണ്ടോ? അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഇനി കുറച്ച് വെറൈറ്റി നോക്കേ. കാൽസ്യം വെച്ച് തുടങ്ങുന്ന കുറച്ച് കാര്യം. നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ്. നീറ്റുകക്ക ഏതാണ്? കാൽസ്യം ഓക്സൈഡ്. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളവും കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ്, കുമ്മായവും ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, ചോക്ക് ഇത് കാൽസ്യം കാർബണേറ്റ് ആണ്. ചുണ്ണാമ്പ് വെള്ളം ചോദിച്ചാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡും, ചുണ്ണാമ്പ് കല്ല്, മാർബിള്, ചോക്ക് ഇത് വന്നാലോ കാൽസ്യം കാർബണേറ്റ് ആണ്. ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരീസും കാൽസ്യം സൾഫേറ്റ് ആണ്. ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരീസും കാൽസ്യം സൾഫേറ്റ് ആണ്. ഇത് എത്രയൊന്ന് പഠിച്ചിട്ട് കയറണേ. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. അപ്പക്കാരം. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റും അലക്കുകാരം സോഡിയം കാർബണേറ്റും. കറിയുപ്പ്, ഇന്ദുപ്പ്, വെടിയുപ്പ് ഇതൊക്കെ LGS പ്രിലിംസിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. കറിയുപ്പ് നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് അല്ലെ. ഇന്ദുപ്പ് കണ്ടോ? ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡും വെടിയുപ്പ് പൊട്ടാസ്യം നൈട്രേറ്റുമാണ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്, ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്, വെടിയുപ്പ് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. പൊട്ടാസ്യം നൈട്രേറ്റ് വെടിയുപ്പാണ്.
കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി വന്നിട്ടുണ്ട്, ചർച്ച് മിഷൻ സൊസൈറ്റി വന്നിട്ടുണ്ട്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി വന്നത് എവിടെയാണ്? തിരുവിതാംകൂർ. പക്ഷേ ചർച്ച് മിഷൻ സൊസൈറ്റി വന്നത് രണ്ടിടത്തായിട്ടാണ്, തിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ്. അപ്പൊ കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയാണ്? തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി രണ്ടിടത്ത് വന്നു, തിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ വരുന്നത് മലബാറിലാണ്. കേരളത്തിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ വരുന്നത് എവിടെയാണ്? മലബാറിലാണ്. നമ്മുടെ ഹെർമൻ ഗുണ്ടട്ടില്ലേ, കേരളത്തിലെ ആദ്യത്തെ പത്രം ഇറക്കിയ ആദ്യവും രണ്ടാമത്തെ രാജ്യസമാചാരവും പശ്ചിമോദയവും വന്നത് ഹെർമൻ ഗുണ്ടട്ടല്ലി ഇറക്കിയ ഇദ്ദേഹം ഈ മിഷൻ പ്രകാരമാണ് കേരളത്തിൽ വരുന്നത്. ഏതാ? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. പഠിച്ചു വെക്കുക, ഉറപ്പ്. കഴിഞ്ഞ പ്രാവശ്യത്തെ 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലും ഇതുണ്ടായിരുന്നു. അപ്പൊ ഒന്നും കൂടെ, ലണ്ടൻ മിഷൻ സൊസൈറ്റി കേരളത്തിൽ എവിടെയാണ് വന്നത്? തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയാണ്? തിരുവിതാംകൂറും കൊച്ചിയും പറയണം. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. അതായത് 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. കേരളത്തിൽ PSC കൊണ്ടുവരാൻ കാരണവും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സമുദായ സംവരണം ഒക്കെ കൊണ്ടുവരാൻ കാരണമായ പ്രക്ഷോഭം ഏത് എന്നൊക്കെ ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭം. ഏത് വർഷം? 1932 നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവാരെന്ന് ചോദിച്ചാൽ സി കേശവനാണ്. ഇദ്ദേഹം ഇതിനെ തുടർന്ന് ഇറക്കിയ പ്രസംഗമാണ് പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം. അപ്പം 1935 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. പ്രസിദ്ധമായ കാറൽ മാക്സ് പ്രസംഗം നടത്തിയത് സി കേശവനാണ് കേട്ടോ. അപ്പൊ കോഴഞ്ചേരി പ്രസംഗം ഏത് വർഷമാണ്? 1935. കാറൽ മാക്സ് പ്രസംഗം 35 കാറൽ മാക്സ് പ്രസംഗം ആരുടെ എന്ന് ചോദിച്ചാൽ സി കേശവനാണ്. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ 47. അപ്പൊ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ 47. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ. NS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനല്ലേ? ആണ്. 1914 ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ആസ്ഥാനമാക്കി NS സ്ഥാപിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ. ഭാരത കേസരി എന്നും കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ വിളിക്കുന്നത് ആര്? മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹമല്ലേ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചു, വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖ ജാഥ നയിച്ചു. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥയും വിമോചന സമരം 1959 വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖ ജാഥയൊക്കെ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭന. പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയതാരാ? മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത്. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് പറയുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനം? ചട്ടമ്പി സ്വാമികൾ. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനം എന്നാണ്. ഓഗസ്റ്റ് 25 ആരുടെ ജന്മദിനമാണ്? ചട്ടമ്പി സ്വാമികളുടെ. 1853 ഓഗസ്റ്റ് 25 ഇദ്ദേഹം ജനിക്കുന്നത് കേട്ടോ. ആ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമ്മൂല. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമ്മൂലയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചത് വടിവീശ്വരം, തമിഴ്നാട്ടിലെ വടിവീശ്വരം. ഇദ്ദേഹം സമാധിയായത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. അപ്പൊ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമ്മൂല, ബോധോദയം ലഭിച്ചത് തമിഴ്നാട്ടിലെ വടിവീശ്വരം. ഇദ്ദേഹം സമാധിയായത് കൊല്ലത്ത് പന്മനയിലാണ്. ജനിച്ചത് എന്നാണ്? 1853 ഓഗസ്റ്റ് 25. ആരുടെ ജന്മദിനം? ചട്ടമ്പി സ്വാമികളുടെ. യഥാർത്ഥ നാമം അയ്യപ്പൻ, പക്ഷെ ആദ്യകാല നാമം കുഞ്ഞൻ പിള്ളയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പനോ ആദ്യകാല നാമം എന്താണ്? കുഞ്ഞൻ പിള്ള എന്നാണ്. പ്രധാന കൃതികൾ ഉറപ്പായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. 4 കൃതികൾ എഴുതിയിട്ടുണ്ട്, കുറെ കൃതികളുണ്ട്. ഇത് കൂടുതലും എപ്പോഴും ആവർത്തിക്കുന്നത് ഇതാ: പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട 4 കൃതികൾ: പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം. അതിൽ ഏറ്റവും പ്രധാനം പ്രാചീന മലയാളം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വലിയ കൃതി പ്രാചീന മലയാളമാണ് കേട്ടോ. അപ്പം ചട്ടമ്പി സ്വാമികളല്ലേ സർവവിദ്യാധിരാജൻ, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി അല്ലെ? കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ വിളിക്കുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര കേട്ടോ. ഇന്ദ്ര
ആദ്യത്തെ സോളാർ ഫെറി ബോട്ട് എന്ന് ചോദിച്ചാൽ ആദിത്യ പറഞ്ഞാൽ മതി. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്രയും, ആദ്യത്തെ സോളാർ ഫെറി ബോട്ട് ആദിത്യയും, ഏറ്റവും വേഗത കൂടിയ സോളാർ വൈദ്യുത ബോട്ട് ബാറാഗുഡ എന്ന് പറയുന്നത്. ബാറാഗുഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക് ബോട്ടും ഇന്ദ്ര തന്നെയാണ്. അപ്പൊ സൗരോർജ വിനോദസഞ്ചാര ബോട്ടും ഏറ്റവും വലിയ സൗരോർജ ഇലക്ട്രിക് ബോട്ട് ചോദിച്ചാലും ഏതാ? ഇന്ദ്രയാണ് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുക. ഓക്കെ. കേരളത്തിന്റെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? പീച്ചി. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെ? കോട്ടയം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെ? വഴുതക്കാട്. ഫോറസ്റ്റ് അക്കാദമി എവിടെ? തിരുവനന്തപുരം അരിപ്പ. അല്ലെ, അരിപ്പയിൽ ഒരു പക്ഷി സങ്കേത കേന്ദ്രം ഉണ്ട് അല്ലെ. അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? എവിടെ? തിരുവനന്തപുരം. അരിപ്പ തിരുവനന്തപുരം. മംഗളവനം എറണാകുളം അല്ലെ. കുമരകം കോട്ടയം. മംഗളവനം എവിടെയാണ്? ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം മംഗളവനം അല്ലേ, അത് എറണാകുളം ജില്ലയിലാണ്. മംഗളവനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നദികളുടെ പഠിച്ചു നോക്കുക, ഉറപ്പായിട്ട് ഈ സെക്ഷനൊക്കെ വരും. ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ബീഹാർ കോസി. ഇന്ത്യയുടെ ദുഃഖവും കോസി നദിയാണ്. ബീഹാറിന്റെ ദുഃഖവും കോസിയാണ്. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ഇന്ത്യയുടെ ദുഃഖം കോസി. ഇനി എടുത്തു ചോദിക്കും, ഇന്ത്യൻ നദികളുടെ ദുഃഖം എന്നൊരു അപരനാമം ഉണ്ടെങ്കിൽ ദാമോദർ എന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഇന്ത്യയുടെ ദുഃഖം കോസി. ഏറ്റവും കൂടുതൽ അപകടകരമായ ഇന്ത്യയിലെ നദി കോസി നദിയാണ്. ഗംഗയുടെ പോഷക നദിയാണ് ഈ കോസി. ബീഹാറിന്റെ ദുഃഖമാണ് കോസി. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി ബ്രഹ്മപുത്രയല്ലേ. ഇന്ത്യയുടെ ചുവന്ന നദിയും ഒരാണിന്റെ പേരിൽ അറിയപ്പെടുന്ന നദിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദിയൊക്കെ ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. പഠിച്ചിട്ടില്ലേ? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേരെന്താണ്? സുബൻസിരി. ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം. ബംഗാളിന്റെ ദുഃഖം ഏതാണ്? ദാമോദറാണ്. ഇനി രണ്ട് അണക്കെട്ടുകൾ തെറ്റിപ്പോരുതേ. കൃഷ്ണരാജ സാഗർ അണക്കെട്ട് കാവേരി. കൃഷ്ണൻ വന്ന കൃഷ്ണന് കൊടുക്കണ്ട. നാഗാർജുനൻ, അർജുനൻ വരുമ്പോ നിങ്ങൾ കൃഷ്ണന് കൊടുത്തോ. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ, പക്ഷെ കൃഷ്ണരാജ സാഗർ അണക്കെട്ട് കാവേരി. കൃഷ്ണരാജ സാഗർ അണക്കെട്ട് കാവേരി. നാഗാർജുന സാഗർ അണക്കെട്ട് ഏതാണ്? കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട്. ഓക്കെ, കുഴപ്പമില്ലായിരുന്നല്ലോ, കുറച്ച് നേരം എടുത്തെന്ന് തോന്നുന്നു. എന്നാലും ഒരു നല്ലൊരു റിവിഷൻ സെക്ഷൻ എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത് ഇതുപോലെ പ്രീവിയസ് തുടക്കക്കാർക്ക് ഒരു ഇച്ചിരി പാടായിരിക്കും ഇതൊക്കെ ഇത്രയും കണക്ട് ചെയ്ത് പറയുന്നത്. എന്നാലും സീനിയർകാര് കണക്ട് ചെയ്ത് പഠിക്കുക. തുടക്കക്കാർ കേട്ടുകൊണ്ടേ ഇരിക്കുക. ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടിരിക്കും, അത് ഉറപ്പാണ്. ഒരാൾ ചുമ്മാ ഒന്നും കൊണ്ടുവരത്തില്ലല്ലോ. നിങ്ങൾക്ക് റിവിഷൻ വരിക എന്നുള്ളതാണ്. പഠിച്ചവർക്ക് നിങ്ങൾ ടോപ്പിക് അനുസരിച്ച് പഠിക്കുന്നു എന്നറിയാം. ആ പഠിക്കുന്നവർക്ക് ഒരു നല്ലൊരു റിവിഷൻ കൊടുക്കുക എന്നതാണ് എന്റെ പ്രധാന കർത്തവ്യം. അത് ഞാൻ മാക്സിമം ചെയ്തു തരുന്നുണ്ട്. ഇതുവരെയുള്ള കൺഫ്യൂസിംഗ് ഫാക്ട്സുകൾ എല്ലാവരും പറഞ്ഞു, സാറേ ഹോട്ട് ടോപ്പിക്സ് കൂടെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഞാൻ പരീക്ഷ അടുക്കട്ടെ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട നമ്മളെ ജ്ഞാനപീഠം, വൈദ്യുത നിയമങ്ങൾ, ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇപ്പം കുറെ കൺഫ്യൂസിംഗ് ഫാക്ട്സ് അങ്ങ് എഴുതി പോട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് ഇത്രയും കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു വെച്ചിരിക്കണേ. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.